കേക്കല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഐസ്ക്രീമിൻ്റെയും കേക്കിൻ്റെയും ഒക്കെ ഒന്ന് രണ്ട് റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യൂ. ഞാനിപ്പോൾ ഒരു സിമ്പിൾ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കൊരു ഡയറി മിൽക്ക് കിട്ടാം. എൻ്റെ ഇപ്പോൾ ഒരു ബെൽജിയം ചോക്ലേറ്റ് ആണ്, ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറി മിൽക്ക് ആണെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഓക്കെ, അപ്പം കൊക്കോ പൗഡർ ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 200 ഗ്രാം ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് മെൽറ്റ് ചെയ്യും. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് മെൽറ്റ് ആവട്ടെ. ഓക്കെ, ഇപ്പോൾ ഇത് ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ചോക്ലേറ്റ് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് മിൽക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് ഒഴിക്കുന്നത്. ഓക്കെ, നന്നായി മിക്സ് ആവട്ടെ. ഇതിപ്പോൾ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് കൂളാവട്ടെ. കൂളായിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. ഓക്കെ, ഐസ്ക്രീം ഉണ്ടാക്കുന്ന ബോളും വിസ്കും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. നല്ല തണുപ്പിച്ചെടുക്കണം. എസ്പെഷ്യലി നാട്ടിലൊക്കെ എങ്കിൽ ചൂടാണെങ്കിൽ ഐസ്ക്രീം നന്നായി ചേണായി വരണമെന്നുണ്ടെങ്കിൽ തണുപ്പ് വേണം. ഓക്കെ, പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഈ ബോൾ തണുപ്പായിട്ടുണ്ട്. ഐസ്ക്രീം ഉണ്ടാക്കാൻ മെയിൻ ഇത് എല്ലാതും നന്നായി തണുപ്പിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. വിപ്പിംഗ് ക്രീം ഒഴിക്കാം. ഓക്കെ, വിപ്പിംഗ് ക്രീം ഓർ ഹെവി ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഓക്കെ, ചെയ്യണത് എപ്പോഴും നമ്മൾ ലോയിൽ വേണം കേട്ടോ. ലോ ടു മീഡിയത്തിലും വേണം ഇത് വിപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് വിപ്പായി എടുക്കാനായിട്ട് കുറച്ച് സമയം കിട്ടും. അപ്പോൾ നമുക്കൊരു ടിപ്പുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് വിപ്പായി കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വിപ്പാനായിട്ട് വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബോളിൽ ഐസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ വിപ്പ് ചെയ്യണ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പെട്ടെന്ന് നമുക്ക് വിപ്പായി കിട്ടും. ഓക്കെ, അതൊരു ടിപ്പാണ് കേട്ടോ. ഓക്കെ, ഇനി വേഗം വിപ്പ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, 3/4 ഇത് ഞാൻ വിസ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഷുഗർ ആഡ് ചെയ്യണം. അപ്പം ഞാനിത് ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പൗഡർ ഷുഗറാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വനില എസൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ വിപ്പായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴേക്ക് വീഴാതിരിക്കുന്നുണ്ടല്ലോ, അതാണ് അപ്പോൾ ഇതിനെയാണ് സ്റ്റിഫ് പീക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇതിലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നോക്കി ഇങ്ങനെ പീക്ക് വരുന്നുണ്ട്, താഴേക്ക് വീഴുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കേടില്ലാവും. ഓക്കെ, ഇത് പിരിയും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓഫ് ചെയ്യേക്ക് നമ്മളെ ചോക്ലേറ്റ് സോസില്ല അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഞാൻ കൈ കൊണ്ട് തന്നെ ഫോൾഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത് എടുക്കണില്ല. നമുക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, കാണാൻ തന്നെ എന്ത് രസമല്ലേ. അപ്പം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് ഇത് ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് കിട്ടും. അതാണ് എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നല്ല കളർ വന്നിട്ടുണ്ട്. ക്യാമറയിൽ കുറച്ച് കളറ് കുറവുണ്ട്, പക്ഷേ നേരിട്ട് നല്ല കളറുണ്ട് കേട്ടോ. ആൻഡ് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് ഫ്രീസ് ചെയ്തിട്ട് ശരിക്കും കടയിൽ കിട്ടുന്ന ഐസ്ക്രീം പോലെ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്ത് വെച്ച് ഐസ്ക്രീമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഫുള്ള് മിക്സ് ചെയ്ത് കൊടുക്കുക.
ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു ബൈറ്റ്, ചോക്ലേറ്റിൻ്റെ ഒരു ബൈറ്റ് ഉള്ളപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഒരു സ്ക്വയർ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത് നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നമ്മളിത് ഫ്രീസ് ചെയ്യണ്ടേ, അപ്പോൾ ഫ്രീസ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രം എടുക്കണം കേട്ടോ, ഗ്ലാസിൻ്റെ എടുക്കരുത്. ഓക്കെ, നല്ല സോഫ്റ്റ് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണത്. ഇത് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെറുതെ അടിച്ച് നേരെ ഫ്രീസറിൽ വെക്കാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒന്നില്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബട്ടർ പേപ്പർ, അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ അത് വെച്ച് കൊടുക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഐസ് ക്രിസ്റ്റൽസ് മുകളിൽ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കണം. ഒരു മിനിമം ഒരു 6 hours, മിനിമം ഒരു 6 hours എങ്കിലും ഇത് ഫ്രീസ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇനി ഫ്രീസ് ചെയ്തിട്ട് 6 hours കഴിഞ്ഞിട്ട് ഞാൻ ഇത് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് 6 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് റെഡി ആയി നോക്കി. അപ്പോൾ അത് അവിടെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് നമുക്ക് മുകളിലൊരു ഐസ് ഫ്രോസ്റ്റിങ് വന്നിട്ടില്ല. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.